ഹായ് മക്കളെ, അങ്ങനെ നമ്മൾ +1 കൊമേഴ്സ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പുതിയ സബ്ജക്റ്റിലാണ് നമ്മൾ കൊമേഴ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് 11ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ നമുക്ക് 3 ആയിട്ടാണ് ജനറലി നമ്മൾ ടേം വൈസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒന്നാമത്തെ ടേമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിരിക്കണം. അതിനുശേഷം ക്രിസ്മസ് എക്സാമിലേക്ക് ഒരു 5 ചാപ്റ്റേഴ്സ്, പിന്നീട് നമുക്കൊരു 2 ചാപ്റ്റേഴ്സാണ് ഫൈനൽ എക്സാമിന് പഠിക്കേണ്ടത്. സോ മാർച്ച് വരെയുള്ള ഇങ്ങനെ 3 ടേം ആയിട്ടാണ് നമ്മൾ ഓരോ സബ്ജക്റ്റുകളിലെയും ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട രീതികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ +2കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഓർഡറിൽ കറക്റ്റായിട്ട് അവർ പോകുന്നുണ്ട്. ജൂൺ മാസം മുതൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി ലേറ്റാണ്. അതുകൊണ്ട് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ആ സമയം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സ്പെഷ്യലി മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ടേമുകൾ പുതിയ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു തുടങ്ങുന്നത്. സോ ആ സമയത്ത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് പതുക്കെ പഠിക്കാനുള്ളൊരു സമയമാണ് ഈ ഒരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അങ്ങോട്ട് ഡിസംബറിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടായിരിക്കാം. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും പുതിയ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. അതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനിവാര്യമാണ്. സോ പിന്നീട് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ലാസ്റ്റ് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുന്നേ പഠിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും. ആ സമയത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. +1ലേക്ക് വരുന്ന സമയത്ത് പുതിയ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. സൈലത്തിൻ്റെ യുവ ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രീ റെക്കോർഡർ ആയിട്ടുള്ള പേൾ വീഡിയോസ് അവൈലബിൾ ആണ്. മൈൻഡ് മാപ്പ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് യുവ ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇപ്പോഴും അഡ്മിഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. സോ നമുക്ക് ബാച്ചിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.